ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള മോളുടെ അതായത് മെഴിക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. പിന്നെ ഒരു ചെറിയ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഇന്നിപ്പോ രാവിലെ ഒരു 8:30 ആവുന്നു ഓൾമോസ്റ്റ്. അപ്പൊ ഞങ്ങള് അതിന്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. അപ്പൊ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും വരുന്ന കുറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ അത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ക്ഷണിക്കേണ്ട, അവരെല്ലാം വരും. അപ്പോൾ എന്തായാലും എത്തുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് കുറച്ച് നേരം കേക്ക് വാങ്ങിക്കണം, എന്തായാലും ഫുഡൊന്നും ചെറുതായിട്ടൊന്ന് പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ചെറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയതൊന്നുമല്ല. ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു വലിയ ഫംഗ്ഷൻ ആയിട്ടൊന്നും അല്ല. രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. പക്ഷെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളിപ്പോ ഹൗസ് വാമിങ് കഴിഞ്ഞുള്ളൂ ഒന്നാമത്തെ കാര്യം. അപ്പൊ എല്ലാവരും നമ്മളിപ്പോ അടുത്ത് റീസെന്റ് വിളിച്ചതാണ്. നമ്മൾ ഇനിയിപ്പോ ആൾക്കാർ വിളിക്കുമ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ട്, നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നം. അതിന് രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇരിക്കണോണ്ട് വിഷമം ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾക്കും അവരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ അടുത്ത് റീസെന്റ് ഹൗസ് വാമിങ് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മള് വളരെ ചുരുക്കിയാണ് നമ്മള് ഇപ്പോ നമ്മളെ മെയ്ക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഏപ്രിൽ 16 വിഷു കഴിഞ്ഞിട്ട്. അപ്പൊ വിഷു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അവള് ജനിച്ച സമയത്ത് വിഷു കഴിഞ്ഞ് 2 days കഴിഞ്ഞിട്ടാണ് അവള് ജനിച്ചത്. 2 years ബാക്ക്, അതായത് 2024 അവളെ ബോൺ ചെയ്തത്. 2 വർഷമായി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം എന്തെല്ലാം പ്രസവ വേദന വന്നതും ഹോസ്പിറ്റലിൽ പോയതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അച്ഛൻ എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് 2 വർഷം പെട്ടെന്നല്ല അവസാനിച്ച്. 2 വർഷമല്ല, കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ തന്നെ പെട്ടെന്ന്. കഴിഞ്ഞ വർഷത്തെ ചിന്നു പോലും പറഞ്ഞ ഇന്നലെ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ പറഞ്ഞു. അപ്പോ ചായ വെക്കണം. 65ന്റെ മാഗ്നേഷൻ ഒക്കെ ചെയ്ത് ഇന്നലെ ഫ്രിഡ്ജിൽ കയറ്റിയതാണ്. പ്രോൺ റൈസും ചിക്കൻ 65ഉം സാലഡും അത്രയും ചെറിയതായിട്ടുള്ളൂ, വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കണു. പിന്നെ ഞങ്ങള് കേക്ക് വാങ്ങിയില്ല. എന്നിടയിൽ പോയി കേക്ക് വാങ്ങണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. 1 മണിക്കാണ് നമ്മള് വിചാരിച്ചത്. ഇപ്പൊ 8:30 ഓൾമോസ്റ്റ് ആയി. അപ്പൊ പെട്ടെന്ന് ചടപടേന്ന് ചെയ്യാം. നമ്മുടെ പ്രോൺ റൈസിനുള്ള പ്രോൺ ആണ്ടത് 2 kg. നിങ്ങളുടെ രാവിലത്തെ ചായ റെഡി. ഹാപ്പി ബർത്ത്ഡേ ചേച്ചിയാ. ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബേബി ചാച്ചനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് അച്ഛനോട് പോവാം. ഹാപ്പി ബർത്ത്ഡേ ചിക്കമോളി. അച്ചുമ്മ ബർത്ത്ഡേ ബർത്ത്ഡേ അല്ലേ? മഞ്ഞുടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. മഞ്ഞുടുപ്പ് മഞ്ഞക്കിളി. അത്ര വലുത് വേണ്ട, ചെറുതാ മതി. ഓൾമോസ്റ്റ് എൻ്റെ ബാലൻസ് ഉണ്ട്. കുറേ മോളോടെ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് വന്നത് 9:30 ഇപ്പോൾ. അപ്പോൾ 65ൻ്റെ ഓൾമോസ്റ്റ് റെഡിയായി. പ്രോൺസ് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഞാൻ മാംഗോ ലസ്സി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സാലഡ് ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ പിള്ളേരും ബർത്ത്ഡേകളും കൂറിനും അച്ഛനും കൂടിയിട്ട് കേക്ക് വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വീഡിയോ എടുക്കും. കേക്ക് വാങ്ങാൻ പോവാണോ? കേക്ക് വാങ്ങാൻ പോവാ ബർത്ത്ഡേ കേക്ക്. ചിട്ടു കേക്ക് വാങ്ങിട്ട് ഓടി വാട്ടാ.
ഓക്കെ ബൈ. ഞാൻ പോയിട്ട് വാട്ടാ. ചേച്ചിയാ? ചേച്ചി വേലടി. ബൈ. കേക്ക് വാങ്ങിട്ട് ഓടി വാട്ടാ. ഞാൻ ചെല്ലടി. ഏത് കേക്കാണോ എനിക്ക്? ഞങ്ങളങ്ങനെ കേക്ക് വന്നു ഏത് വാങ്ങിക്കോ വാങ്ങിക്കണേ? വാങ്ങിക്കാം. ഹാപ്പി ബർത്ത്ഡേ എഴുതിണ്ട്. ഇത് മതിയാ കേക്ക്? തുത്തു തന്നെ പറഞ്ഞു. തുത്തുന് ചൂസ് ചെയ്യാൻ അറിയാച്ചാ? ആ, ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ ചിപ്സും മിഠായും കാണിച്ചു. അപ്പൊ അവൾ ഏതാ ചൂസ് ചെയ്തതെന്ന് അറിയോ? മിഠായി. അപ്പൊ നമ്മള് ഇനി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ കയ്യിൽ ഗീ കഴിഞ്ഞു. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ ഇടാണ്. അപ്പം ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി. സ്പൈസിലൂടെ ഞാൻ എല്ലാ സ്പൈസും ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇടും. അതിനൊപ്പം തന്നെ കുറച്ച് സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സാധനം ആഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോൺ റൈസ് ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രോൺ റൈസ് ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ, അതാണ് മെയിനായിട്ട് പിന്നെ ആഡ് ചെയ്യുന്നത്. നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കണേ. നമ്മുടെ മസാലയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂട്ടിട്ടുണ്ട്. റൈസ് ഇങ്ങനെ നല്ല നമുക്കത് ഇളക്കുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. അതൊക്കെ ഒരു വെള്ളത്തില്ലാണ്ട് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. മാക്സിമം അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊന്നും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇതിൽ ഓയിൽ താഴെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇത് മിക്സ് ആകുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ ചിക്കൻ 65. അപ്പോൾ ഇവിടെ ബർത്ത്ഡേകളുടെ അച്ഛനും ചേച്ചിയും ബലൂൺ വീർപ്പിക്കൽ മഹാമഹം. ഹാപ്പി ബർത്ത്ഡേ. ചുട്ടു വലുതാകുമ്പോ കാണും. ഇപ്പൊ മര്യാദക്ക് പറഞ്ഞു. ചുട്ടു വലുതാകുമ്പോ കാണുമ്പോ ഇഷ്ടാവില്ല. മര്യാദക്ക് പറ കുഞ്ഞു. ഞങ്ങളുടെ മൈ ഡിയർ സുട്ടുന് വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. വിഷിംഗ് ഓൾ ദ വിഷസ്. ഓക്കേ, പറയൂ. ഹാപ്പി ബർത്ത്ഡേ ടു സുട്ടു സുട്ടുമകുട്ടു. പറയൂ ധവൻ. പറയൂ മിസ്റ്റർ പറയൂ. പറയടാ ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ സുട്ടു. പറയടാ ഹാപ്പി ബർത്ത്ഡേ സുട്ടു. ആന്റി മോളാണ്. ആന്റി മോൾ മേത്തൊക്കെയാവും സുട്ടു.
തോന്നലുണ്ട് ഹാപ്പി ബർത്ത്ഡേ സൂര്യ, ഹാപ്പി ബർത്ത്ഡേ. അയ്യോ സുട്ടു സുട്ട് തന്നെ വൈൽഡ് കാർഡ് എൻട്രി ആണോ? പിടിച്ച് തൊപ്പി തല വെച്ച് തന്നെ വെച്ച് കുറിവാടി ഹാപ്പി ബർത്ത്ഡേ പാട്ട് വെക്കൂട്ടാ. സ്റ്റേജിൽ വെച്ചോടാ. baby, ba. Oh, Shittu baby. കത്തി കൊടുത്താ മതി ഇനി മുറിക്കാൻ നിൽക്കണ്ട മതി ആ കത്തി മതി
sister, special in every way. Ma'am. Simple and kind, shining with love, trustworthy and true, ever caring, love in my life. Okay, for sister. A sister is the greatest gift you will ever receive in your whole self. Will always have happy successes. Okay. Okay, ഇവിടെ പടങ്ങള് പിന്നെ തപ്പു ഗിഫ്റ്റ് തപ്പുന്റെ ഗിഫ്റ്റ് ഫ്രം തപ്പു ഓക്കെ I love you Suttu happy I love you na. I love you na. അതെന്താണത്? എന്താ ചോദിച്ചത്? I love you അവിടെ ഗിഫ്റ്റ് കാണിച്ചേ. from Tappu ഐ ലവ് യു സുട്ടു. ഹാപ്പി ബർത്ത്ഡേ. ഹരീഷേട്ടാ ഇവൻ റൂട്ട് അടിക്കണ്. അവൻ റൂട്ട് അടിക്കണ്. ചെറുക്കനെ റൂട്ടടിക്കുന്നുണ്ട് ഇപ്പഴേ ചെറുപ്പത്തെ മുട്ടേന്ന് വിരിഞ്ഞല്ല മുട്ടേന്ന് വിരിഞ്ഞല്ല കേട്ടോ അതൊക്കെ റൂട്ടിന്റെ തുടങ്ങി ഗുഡ് ബോയ് ഭയങ്കര സപ്പോർട്ട് കൊടുക്കണേ. ഹെൽമെറ്റ് ഇല്ല ഹെൽമെറ്റ് നോ ഹെൽമെറ്റ് Tappu gift വീഡിയോ എടുക്കട്ടെ. പ്രോപ്പർ അയ്യോ പോവല്ലേ ഞാൻ തുറന്നു പോവാ അപ്പഴേ വരുള്ളൂ. ടിപി പോയപ്പോഴായിരുന്നു പ്രശ്നം ചിറ്റ. ടിപി പോയപ്പോഴായിരുന്നു കുഴപ്പം. എടാ നീ ചിന്നുവിനെ കൊടുത്തിട്ട് നീ പോയി വയ്ക്കാൻ എന്തെങ്കിലും പ്രശ്നം നോക്കാലോ. അയ്യോ വിളിക്ക് ചിന്നുവിനെ വിളിക്ക്. ചിന്നു വിളിക്ക്. ചിന്നു എടുത്തിട്ട് ചിന്നു നീ എടുത്തിട്ട് ടി പി പോയേക്കാ പറയാ നമുക്ക്. ടി പി പോയേക്ക് ടി പി പോയേക്ക് ടി പി പോയേക്ക് ഇവിടെ ടി പി പോയേക്ക് ടി പി നീ അവിടെ താഴെ നിർത്തിട്ട് നീ പോയേക്കാടാ ടി പി. നീ പോയേക്ക് ടി പി നീ താഴെ നിർത്തിട്ട് നീ പോയേടാ ടി പി. ബൈ ടി പി. നീ പോവല്ലേ? ബൈ.